ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്നും വീണ്ടും നമ്മുടെ സിജോനെ ബിഗ് ബോസ് കൺസെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും സിജോ ആ ഒരു വേദനയെ പറ്റി മറ്റുള്ള താരങ്ങളോടോ ബിഗ് ബോസിനോടോ പറയുന്നില്ല. കാരണം ആ ഒരു 100 ഡേയ്സും ബിഗ് ബോസിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ സിജോ ആ ഒരു വേദനയെ പറ്റി ആരോടും അങ്ങനെ പറയുന്നില്ല. പക്ഷേ എക്സ്റേ റിപ്പോർട്ട് ചെക്ക് ചെയ്ത സമയത്ത് തീർച്ചയായിട്ടും സിജോന്റെ താടിയെല്ലിന് നല്ല ക്ഷതമുണ്ട്. താടിയെല്ലെന്ന് പറയാൻ പറ്റില്ല, താടിയെല്ലിലേക്ക് വരുന്ന ആ ഒരു അതിന് നേരിയ പൊട്ടലുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു സർജറി അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ബിഗ് ബോസ് നമ്മുടെ ഫേസ് മാസ്ക് ഒക്കെ കെട്ടിക്കൊണ്ട് സിജോനെ നേരെ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. സിജോന് വീട്ടിൽ നിന്ന് ആരെങ്കിലും അറിയിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ ഫോൺ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരനെ വിളിക്കുകയാണെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞ സമയത്ത് ബിഗ് ബോസ് പറഞ്ഞ് തീർച്ചയായിട്ടും ആ പറഞ്ഞ ആളെ നമ്മൾ എന്തായാലും ഈ കാര്യങ്ങൾ അറിയിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആശുപത്രിയിലേക്ക് സിജോനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സിജോയുടെ സർജറി നാളെയാണ്. നാളെ ഏകദേശം ഉച്ചയോടുകൂടിയാണ് സിജോയുടെ സർജറി സംഭവിക്കാൻ പോകുന്നത്. ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് സിജോന്റെ ഒപ്പം 24/7 ഫുൾ ടൈം ഉണ്ടാകും. പിന്നെ സിജോനോട് ബിഗ് ബോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആരോടും ഇവിടുത്തെ ഗെയിമിനെ പറ്റിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സംഭവത്തെ പറ്റിയോ സംസാരിക്കാൻ പാടില്ല, നിങ്ങൾക്ക് വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനുള്ളതാണ് എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ സിജോ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്നെ വീണ്ടും ബിഗ് ബോസിലേക്ക് കയറ്റോ, അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് സിജോനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ ബിഗ് ബോസിന്റെ ഒരു ക്രൂ മെമ്പർ വന്നിട്ട് സിജോനെ ഫേസ് മാസ്ക് ഒക്കെ കെട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം നമ്മൾ ലൈവിൽ കണ്ടിരിക്കുന്നത്. നാളെയാണ് സിജോന്റെ ഓപ്പറേഷൻ. പിന്നീട് 3 നാളുകൾ സിജോന് വായ അനക്കാൻ പറ്റില്ല. ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്താണ് ബാൻഡേഡ് വെച്ച് കെട്ടുന്നത് കൊണ്ട് തന്നെ സിജോന് വായ അനക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ 3 നാളുകൾ സിജോന് റെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് സിജോ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടുന്നൊരു അപ്ഡേറ്റ്. എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. സിജോ ഫാൻസ് ഒരുപാട് പേരുണ്ട്. സിജോ ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവില്ല എന്ന് തന്നെ നമുക്ക് 100% ഉറപ്പായ ഒരു അപ്ഡേറ്റ് തന്നെയാണ് കിട്ടുന്നത്. ഒരു 3 ദിവസം സിജോന് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും സിജോന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് തന്നെ മനസ്സിലാകും സിജോന് ഫുഡ് കഴിക്കാനോ പല്ല് തേക്കാനോ പറ്റുന്നില്ല. അതിനുശേഷമാണ് നമ്മുടെ ബിഗ് ബോസ് വിളിച്ചിട്ട് സിജോന് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നീട് സിജോ ഫുഡായിട്ട് കഴിച്ചതാകെ പഴവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ശരീരമാകെ ശോഷിച്ചിരിക്കുകയാണ്. ആ ഒരു ഇടി കൊണ്ടതിൻ്റെ ഒരു ഇമ്പാക്റ്റും അതോടൊപ്പം തന്നെ ഫുഡ് കഴിക്കാൻ പറ്റാത്തതിൻ്റെ പിന്നെ ആ ഒരു ക്ഷീണവും സങ്കടവും എല്ലാം കൂടി ചേർന്നിട്ട് വീട്ടിൽ എന്തൊക്കെ ആയിരിക്കും ഇനി, അമ്മ എങ്ങനെയായിരിക്കും പെരുമാറുക, വീട്ടുകാർ റോക്കിക്കെതിരെ എന്തെങ്കിലും നിയമത്തിലൂടെ ഇപ്പോൾ ലീഗൽ ആക്ഷൻ വല്ലതും എടുക്കുക എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ ആകെ മെൻ്റലി ഫിസിക്കലി ആകെ പോയിരിക്കുകയാണ്. ഇനി ആ ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് 100% ആക്റ്റീവായിട്ട് വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് വരും. സിജോന് അത്ര ആഗ്രഹമാണ് ബിഗ് ബോസിൽ 100 നാളുകളും കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത്. കാരണം അടിപൊളി കോണ്ടന്റ് ക്രിയേറ്ററാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു വേദന ഉണ്ടായിട്ടും ബിഗ് ബോസിനോടോ മറ്റുള്ള താരങ്ങളോടോ പരാതി പറയാത്തത്. എന്നെ വല്ല പരാതി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്താക്കുക എന്നുള്ളൊരു പേടി സിജോനുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. സിജോ നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, ബിഗ് ബോസ് മെറ്റീരിയലാണ്. ബിഗ് ബോസിന് സിജോന് വേണം തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഒരു ക്രൂ മെമ്പറിനെ, നമ്മുടെ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പറിനെ തന്നെ ഈ ഒരു സർജറിക്ക് വേണ്ടി നമ്മുടെ സിജോടൊപ്പം വിടുന്നത്. 24 മണിക്കൂറും അയാളൊപ്പം ഉണ്ടാകും. അതോടൊപ്പം തന്നെ സിജോ പറഞ്ഞ ആ ഒരു കൂട്ടുകാരനെ നാട്ടിൽ നിന്ന് ബന്ധപ്പെട്ട് നമ്മുടെ ബിഗ് ബോസ് തന്നെ ഇവിടെ എത്തിക്കും. അങ്ങനെ സർജറി കംപ്ലീറ്റ് ചെയ്ത് 3 നാളുകൾ നമ്മുടെ സിജോ റെസ്റ്റിലായിരിക്കും, സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അതിനുശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് 100% ആക്റ്റീവായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. സിജോ ഫാൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്